കഴിഞ്ഞ എപ്പിസോഡിൽ നാം പറയുകയുണ്ടായി, ഒന്നാമത്തെ കാരണം തൻ്റെ അടിമ സ്ത്രീയായ ദാസിയിൽ നിന്ന് തന്നെയാണ് നേരിട്ടത് എന്ന് ഇബ്രാഹിം തങ്ങൾക്ക്. ഇനിയും കൊട്ടാരം വിട്ട് ഇറങ്ങിപ്പോകാൻ വീണ്ടും ഒരുപാട് പരീക്ഷണങ്ങൾ അദ്ദേഹത്തിന് നേരിടുകയാണ്. എന്താണെന്ന് കവി പറയുന്നു. താരുൾ രാജർ ഇബ്രാഹിം അവർ ദൗലത്തിൽ ബമ്പും മഹശൗഖാൽ ബാരിച്ച് വന്നിടും കാലത്തിൽ താനും പാരുവാലും കസർ ഫോക്കിൽ ജലസം നേരം തായെ തവർ കണ്ടാറൊരു മിസ്കിൻ അതിനിസ്സാരം. അതായത് മഹാനായ ഇബ്രാഹിം തങ്ങളും പരിവാരങ്ങളൊത്ത് തൻ്റെ പട്ടാളക്കാരോടൊത്തുകൊണ്ട് കസറിൽ അഥവാ കൊട്ടാരത്തിലിരിക്കുന്ന സമയത്താണ് തൻ്റെ കൊട്ടാരത്തിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന അങ്ങകലെ ഒരു പാറയിൽ ഒരു ഫക്കീറായ മനുഷ്യൻ വന്നിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ തലയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ കയ്യിലുണ്ടായിരുന്ന ഭാണ്ഡം അവിടെ ആ പാറയിൽ ഇറക്കി വെച്ച് അതിൽ നിന്ന് ഒരു കഷ്ണം റൊട്ടി, എന്താണെങ്കിലും തിന്നാൻ പറ്റുന്നൊരു സാധനം എടുത്ത് അദ്ദേഹം തിന്നതിന് ശേഷം അവിടെ കിടന്നുറങ്ങി. സുഖമായി ആ പാറയിൽ നിദ്ര കൊള്ളുകയാണ്. ഈ സമയം ഈ രംഗങ്ങളൊക്കെ മഹാനായ ഇബ്രാഹിം തങ്ങൾ കണ്ടു എന്ന് മാത്രമല്ല, അദ്ദേഹം തൻ്റെ പട്ടാളക്കാരോട് പറഞ്ഞു, അദ്ദേഹം ഉറങ്ങി എഴുന്നേറ്റ് പോകുമ്പോൾ അദ്ദേഹത്തിനെ വിളിച്ച് എൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉറക്കൊക്കെ കഴിഞ്ഞ് പോകാൻ തുനിയുന്ന സമയത്ത്, തൻ്റെ ബാണ്ടൊക്കെ മുതുകിലേറ്റി പോകാൻ വേണ്ടി തുനിയുന്ന സമയത്ത് മഹാനായ ഇബ്രാഹിം തങ്ങൾ പറഞ്ഞതുപോലെ തന്നെ തൻ്റെ പട്ടാളക്കാർ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ഓട്ടുകയാണ് എന്ന് മാത്രമല്ല, ബഡീവർ അരുൾ പോലെ ഫക്കീറുണർ ദാദിയിൽ പിന്നെ ബടുവർ വിളിത്തും കൊണ്ടാരശരെ തിരുമുൻ വന്നാറ്. അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ പട്ടാളക്കാർ വേഗം അദ്ദേഹത്തിൻ്റെ ഫക്കീറിൻ്റെ അടുക്കൽ ചെന്ന്, നിങ്ങളെ രാജാവ് വിളിക്കുന്നുണ്ട്, കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, ഉടൻ ചോദിടവെ നിഭുജിത്തെ തിരിയും വെള്ളം മുന്നതിൽ തികഞ്ഞോദാവും ജൂഴും തനിച്ചോയെല്ലാം പാടുത്തേ തൊയിൽ നിന്നിൽ സുഖമുണ്ടായിരുന്നോ എണ്ടും പാതിതൻ സുഅലിന്നേണ്ട് ജവാബ് വീണ്ടും. അങ്ങനെ പട്ടാളക്കാർ ബഹുമാനപ്പെട്ട ഇബ്രാഹിം തങ്ങളുടെ ഓർഡർ അനുസരിച്ച് ആ വ്യക്തിയെ പിടിച്ച് ബഹുമാനപ്പെട്ട ഇബ്രാഹിം തങ്ങളുടെ ഹദറത്തിൽ ഹാജരാക്കിയെന്ന് മാത്രമല്ല, അദ്ദേഹത്തിനോട് മഹാനായ ഇബ്രാഹിം തങ്ങൾ ചോദിക്കണമല്ല, നിങ്ങൾ നേരത്തെ ആ പാറയിൽ, ആ വെയിലൊക്കെ കൊള്ളണ ആ പാറയിൽ കിടന്നുറങ്ങി നിങ്ങൾ ഭക്ഷണം കഴിച്ചു, ആ ഭക്ഷണങ്ങൾക്ക് മതിയായോ, എന്താണ് നിങ്ങളുടെ വിശപ്പ് അകറ്റിയോ എന്നൊക്കെ പലതും ചോദിച്ചപ്പോൾ എല്ലാം ഉത്തരം മതേ എന്നായിരുന്നു. വീണ്ടും മഹാനായ ഇബ്രാഹിം തങ്ങൾ ചോദിച്ചു, അല്ല നിങ്ങൾക്ക് അവിടെ കിടന്നിട്ട് ഉറക്കം വന്നോ, ഉറക്കം ശരിയായോ എന്നൊക്കെ. കാരണം മഹാനായ ഇബ്രാഹിം തങ്ങളാണെങ്കിൽ ഇവിടെ പട്ടുമെത്തയിൽ ഓരോ ദിവസവും ഓരോ രുചിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന മഹാനല്ലേ. ഇങ്ങനെ മഹാനായ ഇബ്രാഹിം തങ്ങൾ ഓരോന്നും ചോദിച്ചറിയുകയാണ്. ബിണ്ടേ മുതൽ തൻ്റെ മനസ്സുള്ളിൽ കടന്തോരോരേ ഫിക്റായി ഇരിക്കും നാൾ ഒരിക്കൽ തൻ ഖസ്റിൽ ചേരേ. ഈ സംഭവം കണ്ടപ്പോഴും മഹാനായ ഇബ്രാഹിം തങ്ങളുടെ കൽബ് വേദനിച്ചു എന്നാണ്. കാരണം മഹാനവറുകളാണെങ്കിൽ കൊട്ടാരത്തിൽ വളരെ വിലപിടിപ്പുള്ള നല്ല അലങ്കരിച്ച കൊട്ടാര റൂമുകളിൽ, അതുപോലെ തന്നെ സൗകര്യങ്ങളിൽ, അതുപോലെ തന്നെ ഓരോ ദിവസം ഓരോരോ ഭക്ഷണം ഇതൊക്കെയല്ലേ കഴിക്കണത്. ഈ ഫക്കീറിൻ്റെ അവസ്ഥ കണ്ടും മഹാനായ ഇബ്രാഹിം തങ്ങളുടെ മനസ്സ് കിട്ടുകിട്ടുത്തു എന്നാണ് കവി പറയുന്നത്. അങ്ങനെ ഒരു ദിവസം മഹാനായ ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ തൻ്റെ പരിവാരങ്ങളൊത്ത് അതാ കൊട്ടാരത്തിലിരിക്കുന്ന സമയമാണ് മറ്റൊരു സംഭവം. എന്താണത്? കണ്ടറും തനി തന്തയാരിപ്പപ്പു വിരിപ്പാകത്തിൽ കിടന്നി ടിലാഹിനെ കാന്നിവാനായി നിനന്ത് വക്കത്തിൽ
കണ്ടില്ലവ തണ്ടി തിരഞ്ഞിവ നിവിടം യേശി കുവലൈ തരിത്തപ്പോൾ ചീരിത്തും കൊണ്ടവനിൽ പേശി. അങ്ങനെ ഒരു ദിവസം മഹാനായ ഇബ്രാഹിം തങ്ങൾ കൊട്ടാരത്തിൽ ഒളുവൊക്കെ ചെയ്തിട്ട് നിസ്കരിക്കാൻ വേണ്ടി തൻ്റെ പ്രത്യേകമായി അലങ്കരിച്ച റൂമിലേക്കാണ് കടന്നു. പെട്ടെന്ന് കടന്ന സമയത്താണ് കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്നും എൻ്റെ ഒട്ടകത്തിനെ കാണാനില്ല എന്നും പറഞ്ഞൊരു മനുഷ്യൻ വിളിച്ചു പറയുന്നു. ഉടനെ തന്നെ ആ വ്യക്തിയെ ഹാജരാക്കാൻ വേണ്ടി രാജാവ് ഉത്തരവിടുകയും അങ്ങനെ മഹാനായ ഇബ്രാഹിം തങ്ങളുടെ അടുക്കൽ കൊണ്ടുവന്നു. എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. എൻ്റെ ഒട്ടകം കാണാനില്ല പറഞ്ഞു. അതിൽ മഹാനായ ഇബ്രാഹിം തങ്ങൾ ചിരിച്ചു. പേശി ജഹിലെ നീ മജുനൂനോ ഇവിടം എന്നാവിധമിൽ നെടിലെത്തുന്നത് കേട്ട് പകരം ചൊന്നാറ്. അപ്പം മഹാനായ ഇബ്രാഹിം തങ്ങൾ പറഞ്ഞു, അല്ല എൻ്റെ കാണാതായ ഒട്ടകം എങ്ങനെ, നിൻ്റെ കാണാതായ ഒട്ടകം എങ്ങനെ എൻ്റെ ബിൽഡിങ്ങിൽ എൻ്റെ കൊട്ടാരത്തിൽ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു. ഉടനെ തന്നെ ആ മനുഷ്യൻ മഹാനായ ഇബ്രാഹിം തങ്ങളെ ഹൃദയത്തിൽ കൊള്ളുന്നൊരു വാക്ക് എന്തായിരുന്നു അത്? രാശ ഉന്നയിൻ്റെ ബിലാമത്തെ അരീശിൽ നിന്ന് റഹ്മാൻ അവനെ നീ തിരഞ്ഞാൽ കണ്ടിടുമോ എന്ന്. ആ സമയത്ത് വന്ന മനുഷ്യൻ ഒട്ടകത്തിനെ കാണാനില്ല എന്ന് പറഞ്ഞ മനുഷ്യൻ വന്ന് പറയണേ, അല്ല ഇബ്രാഹിമേ, നിൻ്റെ ഈ പട്ടുമെത്ത സൗകര്യങ്ങളൊക്കെ കമനീയമായി അലങ്കരിച്ച ഈ കോട്ടകൊത്തളങ്ങളിൽ നിന്ന് അള്ളാഹുവിനെ ആരാധിച്ചാൽ അള്ളാഹുവിനെ കാണാൻ കഴിയുമോ? അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയുമോ? യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കാണാൻ കഴിയുമോ എന്നൊരു ചോദ്യം. എൻ്റെ ഒട്ടകത്തിന് നിൻ്റെ കൊട്ടാരത്തിൽ കാണാൻ കഴിയില്ലെങ്കിൽ ഈ കമനീയമായി അലങ്കരിച്ച കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് റഹ്മാനായ റബ്ബിനെ ദർശിക്കാൻ നിനക്ക് കഴിയില്ല ഇബ്രാഹിം എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ അവിടുന്ന് അപ്രത്യക്ഷനാവുകയാണ്. അതായിരുന്നു മറ്റൊരു പരീക്ഷണം. അങ്ങനെ മഹാനായ ഇബ്രാഹിം തങ്ങൾ ആകെ പിരിമുറുക്കത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കൊട്ടാരത്തിൽ. ഈ സമയത്താണ് മറ്റൊരു അത്ഭുത സംഭവം. എന്താണത്? അധികം കാരുത്തനിലെ ഇടിമീനു കത്തിലൊരു റജുൽ താൻ അടുത്ത് ചൊടിയാൽ അവർ കഞ്ചകം ചികമേ മഹമൊഞ്ച് തഞ്ചമതും കനിന്തഞ്ചി നെഞ്ചി തടിയ. അങ്ങനെ മാനവர்கள் ആകെ പിരിമുറുക്കത്തിലിരിക്കുകയാണ്. അപ്പോഴാണ് മറ്റൊരു ചങ്ങായി ഓടി വന്ന് കൊട്ടാരത്തിലേക്ക് ഓടി വന്നിട്ട് ചോദിച്ചു, അല്ല എന്താണ് നിങ്ങൾ ഇവിടെ ഇരിക്കണമെന്ന് ചോദിച്ചു. എന്ത്? ഇബ്രാഹിം തങ്ങളോട് ചോദിക്കുക, എന്താ നിങ്ങൾ ഇവിടെ ഇരിക്കണത്? അപ്പോൾ ഇബ്രാഹിം തങ്ങൾ പറഞ്ഞു, ഇതിൻ്റെ കൊട്ടാരാണ് പറഞ്ഞു. കൊട്ടാരം? ബദലുന്നി മത്തിരമിൽ ഉനൈ മുന്നേ നിന്നതവർ ഒരു മന്നറൻ്റെ അബൂവാറ് വളരപ്പൻ്റെ പുറമോ പതിയറ് പിതാവരെ മനനീപ്പ് ചെപ്പയൊരു പേര്. അപ്പോൾ ഇബ്രാഹിം തങ്ങൾ പറഞ്ഞു, ഇതിൻ്റെ കൊട്ടാരം പറഞ്ഞപ്പോൾ നിങ്ങളെ കൊട്ടാരത്തിൽ നിങ്ങൾ രാജ്യം ഭരിക്കുന്നതിന് മുമ്പ് ആരായിരുന്നു എന്ന് ചോദിച്ചു. എൻ്റെ വല്യപ്പ. അതിനുമ്പ് അവരുടെപ്പ. അങ്ങനെ വാപ്പകൾ ഇങ്ങനെ എണ്ണി പറഞ്ഞു. അങ്ങനെ പേരെന്ത് കേട്ടപ്പോൾ വന്നോർ ചോടുന്നു രാശാനീ ബിണ്ടയാ കൂട്ടക്കാര് എങ്കേയാം പേശുനീ. അപ്പോൾ മഹാനായ ഇബ്രാഹിം തങ്ങളോട് വന്ന മനുഷ്യൻ പറയണല്ല, ഇതിൽ എടുത്തു പോയ വാപ്പാരൊക്കെ എടുത്തു ചോദിച്ചു. ഓലൊക്കെ പോയി പറഞ്ഞു, ഓലൊക്കെ മരിച്ചു പോയി പറഞ്ഞു. അപ്പോൾ വന്ന മനുഷ്യൻ മഹാനായ ഇബ്രാഹിം തങ്ങളോട് പറയുകയാണ്. എന്താണ് പറഞ്ഞതെന്നറിയണ്ടേ? ബീൻഡറുകൾ കൊല്ലും മാരിത്തം ബാക്ക് ചെവിത്തീട്ടേ വീടല്ലാതാറുപാത്തം ബാക്ക് ചെവിത്തീട്ടേ ഓരോരേ കൂട്ടർ വാരുന്നു മറ്റുള്ളവർ പോകും നീ ഒക്കെയും ഹക്കവൻ വേണ്ട വെത്തെ പോലാകും നീ. അങ്ങനെ മഹാനായ ഇബ്രാഹിം തങ്ങൾ ആ മനുഷ്യനോട് പറയണം, മനുഷ്യ,
എൻ്റെ പിതാക്കളായിരുന്നു രാജ്യം ഭരിച്ചിരുന്ന ഓലൊക്കെ എടുത്തു ചോദിച്ചു, ഓലൊക്കെ പോയായിരുന്നു. എന്നാൽ അതേപോലെ നിങ്ങളും പോകും, നിങ്ങളെ കൊട്ടാരമല്ല, അത് വിശ്രമ കേന്ദ്രമാണ്, ഇതൊരു വഴിപോക്കന്മാർക്ക് വിശ്രമിക്കാനുള്ള വഴിയമ്പലമാണ് എന്നാണ് ആ മനുഷ്യൻ പറഞ്ഞത്. അങ്ങനെ അതും മഹാനായ ഇബ്രാഹിം നബി നിങ്ങളെ കോരിത്തെരിപ്പിച്ചു എന്ന് മാത്രമല്ല, വളരെ ദുഃഖിതനായി തൻ്റെ ആ ദുഃഖം തളം കെട്ടി നിന്നപ്പോൾ തൻ്റെ പട്ടാളക്കാരോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കാട്ടിലേക്കൊന്ന് വേട്ടയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് അത് അമ്പും വില്ലും എടുത്തുകൊണ്ട് ഒരു മനസ്സിനൊരു സമാധാനം സുഖം കിട്ടുന്നതിന് വേണ്ടി മഹാനായ ഇബ്രാഹിം തങ്ങളും അതാ പരിവാരങ്ങളും കാട്ടിലേക്ക് വേട്ടയ്ക്ക് പോകുകയാണ്. അവിടെയും ഒരത്ഭുത സംഭവം നടക്കുന്നു. അതെന്താണെന്നറിയണ്ടേ? അത് അടുത്ത എപ്പിസോഡിൽ.